You are watching V24 Media. നാടിന്റെ നേർക്കാഴ്ച. കാശിയിൽ ചിതാഭസ്മ നിമജ്ജനത്തിന് കേരളീയർക്ക് പ്രത്യേക സൗകര്യവുമായി കാളികാപീഠം ശ്രീ ജൂനാഗാഡ. നേരിട്ടെത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് അസ്ഥി കാളികാപീഠം കേന്ദ്രത്തിലെത്തിച്ച് ചിതാഭസ്മം ഗംഗയിൽ നിമജ്ജനം ചെയ്യാവുന്നതാണ്. പിതൃക്കളുടെ ആത്മശാന്തിക്കായി അവരുടെ അനുഗ്രഹത്തിനായി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പവിത്രവും പ്രധാനവുമായ ചടങ്ങാണ് പിതൃക്കളുടെ ചിതാഭസ്മം പുണ്യതീർത്ഥങ്ങളിൽ നിമജ്ജനം ചെയ്യുക എന്നത്. ഹിന്ദു വിശ്വാസമനുസരിച്ച് മോക്ഷനഗരിയാണ് കാശി. കാശിയിൽ മൃതിയടയുന്നവരുടെ ആത്മാവിനോട് മഹാദേവൻ മഹാതാരക മന്ത്രം ഉപദേശിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഗംഗ മോക്ഷദായിനിയായ നദിയായി കാശിയിലൂടെ ഒഴുകുകയാണ്. തൻ്റെ പൂർവികർക്ക് ഗതികിട്ടാതെ മരിച്ചുപോയ പൂർവികർക്ക് മോക്ഷം നൽകുന്നതിന് വേണ്ടിയാണ് സ്വർഗഗംഗയായ പുണ്യനദിയെ ഭഗീരഥൻ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. മോക്ഷനഗരിയായ കാശിയിൽ മോക്ഷദായിനിയായ ഗംഗയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്, അസ്ഥിയും ചിതാഭസ്മവും നിമജ്ജനം ചെയ്യുന്നതിന് ലോകത്തെമ്പാടു നിന്നും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും കാശിയിൽ എത്തിച്ചേരുന്നത്. കേരളത്തിൽ നിന്നും ധാരാളം ആളുകൾ ഈ ഒരു കാര്യം കാശിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട്. പലരും അങ്ങനെ എത്തിച്ചേരുന്ന സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ആളുകളോ സംവിധാനങ്ങളോ ഒന്നും ഇത്രകാലവും കാശിയിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് പല പരിമിതികളും അനുഭവിച്ചിരുന്നു. ഇപ്പോൾ കാശി കേന്ദ്രമാക്കിയുള്ള ശ്രീ ജൂനാഗാഡയുടെ പ്രവർത്തനങ്ങൾ ദക്ഷിണ ഭാരതത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ചിതാഭസ്മം, അസ്ഥി തുടങ്ങിയിട്ടുള്ളവ ഗംഗാനദിയിൽ, കാശിയിലെ ഗംഗാനദിയിൽ പിതൃപൂജ ചെയ്ത് നിമജ്ജനം ചെയ്യാനും അവിടെ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഒരുക്കുന്നുണ്ട്. അതിന് കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക്, നേരിട്ട് വരുന്നവർക്ക് അവിടെ മലയാളമൊക്കെ അറിയുന്ന തരത്തിലുള്ള പുരോഹിതരുടെ സേവനവും, അങ്ങനെ വരാൻ പറ്റാത്ത ആളുകൾ അസ്ഥിയോ ചിതാഭസ്മമോ കാളികാപീഠവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ അത് കാശിയിൽ നിമജ്ജനം ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. അസ്ഥി നിമജ്ജനത്തിനോടൊപ്പം മോക്ഷപ്രാപ്തിക്കായി സന്യാസിമാർക്ക് അന്നദാനവും ഗോസേവയും ചെയ്യാവുന്നതാണ്. കാളികാപീഠവുമായി ബന്ധപ്പെട്ട ശ്മശാനങ്ങൾ വഴിയോ പുരോഹിതർ വഴിയോ ഫോൺ നമ്പറിലൂടെയോ നേരിട്ടോ ബന്ധപ്പെട്ട് ചിതാഭസ്മം, അസ്ഥികലശം കൈമാറിയാൽ അത് കാളികാപീഠം കാശിയിലെത്തിച്ച് അടുത്ത അമാവാസി തീയതിയിൽ വിശ്വനാഥ സന്നിധിയിലെ പുരോഹിതരാൽ പൂജ ചെയ്ത് ഗംഗയിൽ നിമജ്ജനം ചെയ്യും. ചടങ്ങിനായി നേരിട്ട് കാശിയിലെത്തുന്നവർക്ക് മുൻകൂട്ടി അറിയിച്ചാൽ താമസക്രിയാ സൗകര്യങ്ങൾക്കുള്ള സഹായങ്ങളും കാളികാപീഠത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് V24 മീഡിയ.